അപ്പോൾ ഞങ്ങൾ ജോർദാനിലെ മലകളൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വഴിയാണ്, ഭയങ്കര മലമടക്കുകളാണ്, സൂപ്പർ സ്ഥലം. ഞങ്ങൾ ആ വഴി കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളാണ്, നമുക്ക് കാണാം. വാ. നമ്മളെ ഈ വരുന്ന മല കയറി പോകുന്ന ഈ വഴിയിൽ ബഡ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രവർഗ്ഗം പോലത്തെ ഒരു ടീമുകളാണ്. അവന്മാരാണ് ഇവിടെ താമസിക്കുന്നത്. അവന്മാരോട് പലതരത്തിൽപ്പെട്ട കച്ചവടങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സെറ്റപ്പായിട്ട് ജീവിക്കുകയാണ്. ഒരു പ്രത്യേക രസമുള്ള സ്ഥലമാണ്. BC 4-ാം നൂറ്റാണ്ടിൽ ബെഡുവിൻ്റെ കാലത്ത്, ബെഡുവിൻ്റെ സാമ്രാജ്യത്തിൽ ഈ വാട്ടർ സപ്ലൈ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വാട്ടർ സപ്ലൈ ഒക്കെ മൊത്തം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഡാം കെട്ടി ആ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ വാട്ടർ സപ്ലൈയും കൃത്യമായിട്ട് കനാലുകളൊക്കെ ആയിട്ട് ഇതിലൂടെ ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, ഇപ്പോഴൊന്നുമല്ല, BC 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുമാതിരി ഡെവലപ്മെൻ്റൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് മരുഭൂമിയുടെ നടുക്ക് വല്ലപ്പോഴും മഴ പെയ്യുമ്പോൾ ആ കിട്ടുന്ന മഴയുടെ വെള്ളം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായി ഡാമുകളൊക്കെ കെട്ടി കനാലുകളൊക്കെ കെട്ടി എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുക. ഈ കൂറ്റൻ മലയുടെ വിള്ളലുകളുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. ഭയങ്കര വലിയ മലകളാണ് ഇതിൻ്റെ മുകളിൽ ചുറ്റും നിൽക്കുന്നത്. ലോകാത്ഭുതങ്ങളിലൊന്നായ കാരണം ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ലോകാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള പെട്ര നഗരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെങ്കൽ മലനിരകളുള്ള ആ നഗരത്തിന് എന്ന് വെച്ചാൽ വലിയ പാറക്കെട്ടുകൾ, ചുവന്ന പാറക്കെട്ടുകൾ തുരന്ന് ഇത് പണിത് വെച്ചേക്കാണ്. അവിടെ പഴയ ആളുകൾ താമസിക്കാൻ വേണ്ടി അത് തുരന്ന് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോമക്കാർ വന്ന് ഈ ഒരു പട്ടണമൊക്കെ പിടിച്ചെടുത്തു കുറേ കാലത്തിന് ശേഷം. അതിനുശേഷം അവിടെ ചർച്ചുകൾ പണിതു. റോമക്കാർക്കൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ റോമക്കാർക്ക് മുമ്പ് നബറ്റിയൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് രാജാവ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുറേ ദേവന്മാരും കുറേ ആരാധന മൂർത്തികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം BC 4-ാം നൂറ്റാണ്ടിൽ അത് മുമ്പായിട്ടൊക്കെ പാറയുടെ ഇടയ്ക്ക് അവർ സേഫായിട്ട് താമസിച്ചിരുന്നു. മറ്റുള്ളവർ ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സേഫായിട്ട് ഈ പാറയിടയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ യുദ്ധം ചെയ്യാൻ വരുമ്പോഴും ഇവർക്ക് രക്ഷപ്പെടാനും പെട്ടെന്ന് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ പാറയിടയ്ക്കിൽ താമസിക്കുന്നതുകൊണ്ട് ഇവർക്കുണ്ടായിരുന്നു. AD 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ആ ഒരു ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറേ സ്തൂപങ്ങളും ഈ ഒരു ഉണ്ടാക്കിയ ഇവിടുത്തെ കൊട്ടാരങ്ങളും കുറേ വീടുകളും ഒക്കെ തകർന്നു പോയി. കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ കല്ലി കൊത്തിയെടുത്ത കൊട്ടാരമാണ്, ചെങ്കല്ല് കൊണ്ട് കൊത്തിയെടുത്താണ്. അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം ഫേമസ് ആകുന്നത് അമേരിക്കൻ ഒരു ആർക്കിയോളജിസ്റ്റ് വന്നിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം ഫേമസ് ആകുന്നത്. ഈ പാറയിടുക്കിലൂടെ നമ്മൾ കുറേ അങ്ങോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ ഇതൊരു ജംഗ്ഷൻ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ നിർമ്മിതികളുണ്ട്. അന്നത്തെ കാലത്തെ ട്രഷറിയാണ് ഈ മുമ്പിൽ കാണുന്നത് എന്നൊക്കെയാണ് ഇപ്പോഴുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, നിറയെ ആൾക്കാരുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു ഏരിയയിൽ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. മിക്കവരും ഇത് കഴിഞ്ഞാൽ മുകളിലേക്ക് നടന്നു പോകാറില്ല. ശരിക്കും മലമുകളിലേക്ക് വീണ്ടും ഒരു 3-4 കിലോമീറ്റർ കയറി പോകണം. മലമുകളിൽ ഇതുപോലെ വലിയ കൊട്ടാരങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. മലകളും കൊത്തി ഇങ്ങനെ കൊട്ടാരങ്ങളാക്കി വെച്ചേക്കുക. ഭയങ്കര മനോഹരം അവിടം വരെ നടന്നു പോവുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും മലമുകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ ധാരാളം ഒട്ടകങ്ങളുണ്ട്. ഈ ബെഡുവിൻ വംശക്കാരുടെ ഒട്ടകങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഈ മോണുമെൻറ്റ്സിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അതൊരു വരുമാനമാണ് ഈ ബെഡുവിൻ വംശക്കാർക്ക്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നത്. ഈ അപ്പോഴാണ് ഈ പെട്രയെ പറ്റി നമുക്ക് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ റോമൻ തിയേറ്റർ. ഇത്രയും നേരം നമ്മൾ ഏകദേശം ഒരു സമതലമായിട്ടുള്ള സ്ഥലത്തൂടെ നടന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം നമുക്ക് മല കയറി തുടങ്ങണം. മല കയറി കുന്നിൻ്റെ മുകളിൽ വരെ എത്തേണ്ടതുണ്ട്. അപ്പോൾ കുന്നിൻ്റെ മുകളിലെത്തുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നടന്ന് കയറാൻ തീരുമാനിച്ചു. നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ പുറകിൽ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം നടന്നു. ഈ ഒരു മല എന്ന് പറഞ്ഞാൽ അടിപൊളി മലയാണ്, നല്ല വഴിയുമാണ് നടന്നു കയറാൻ. അത്രയും വഴി നടന്ന് കയറി ഈ മലയൊക്കെ കയറി ഏകദേശം ഒരു 10,000-ത്തിലധികം സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ. അത്രയും ദൂരം നടന്ന് കയറി ഇവിടെ എത്തി. വേറെ ലെവൽ സംഭവമാണ്. വലിയൊരു മല അങ്ങ് തുരന്ന് വെട്ടി അങ്ങ് ഉണ്ടാക്കി വെക്കുക, കൊട്ടാരം പോലെ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബെഡുവിൻ വംശക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരിലൂടെ നടക്കുകയാണ്. അപ്പോൾ ആ ആളുകൾ ഈ കൊട്ടാരത്തിൻ്റെയൊക്കെ മുകളിൽ നടക്കുക, വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ മലയുടെ മുകളിൽ എന്ന് പറയാം. 10-30 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട്. കണ്ടില്ലേ, ഒരു
പുള്ളി നടക്കുന്നത്, ഒരു ബെഡുവിൻ വംശക്കാരനായ പുള്ളിയാണ്. ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി അതിൻ്റെ മുകളിൽ പോയിട്ട് ഇപ്പുറ സൈഡിലേക്ക് എടുത്ത് ചാടുവാണ് ആശാൻ. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കൊട്ടാരം കണ്ടതിനേക്കാളും കൂടുതൽ അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും മുകളിലൊരു സാധനം വെറുതെ പോവുക, ഓടി അതിൻ്റെ അപ്പുറേക്ക് എടുത്ത് ചാടുക. നോക്കി ഇതാ ചാടാൻ പോവാ ആശാൻ. ഇവരിങ്ങനെ മല കയറി മല ചാടിയൊക്കെ ഭയങ്കര ശീലമുള്ളവരാണ്. ഇതുണ്ട് വേറെ അവരുടെ കൂട്ടത്തിൽ പിന്നെ ഒരാളാണ് ആശാൻ മല കയറി പോയിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ കയറി വേണം നമ്മളെ കണ്ട കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് എത്താൻ. ആദ്യം കണ്ട ആശാൻ അതിൻ്റെ സൈഡിൽ കയറി സുഖമായിട്ടിരുന്ന് താഴേക്ക് നോക്കി ആളുകളെയൊക്കെ കണ്ടിരിപ്പുണ്ട്. അപ്പോൾ താഴെ വരുന്ന ആളുകൾക്കൊരു കൗതുകമാണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലിരിക്കുന്നത്. കണ്ടോ, ചെറുതായിട്ടൊരു ഉറുമ്പ് പോലെ അതിൻ്റെ മുകളിലിരിക്കും ആശാൻ. ഇനി ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങണം. അപ്പോൾ നമ്മൾ വന്ന് കയറിയ പോലെ തന്നെ ഒരു 3-4 കിലോമീറ്റർ തിരിച്ചിറങ്ങണം. ഇറങ്ങണ കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് ഓടിച്ചാടി ഇറങ്ങി പോകാൻ പറ്റും. ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളും ഈ മരുഭൂമിയുടെ ഉള്ളിലായാലും ഭയങ്കര ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയൊക്കെയായിരുന്നു അവിടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരപ്പുറത്ത് കുറേ പോലീസുകാർ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ പോലീസുകാർ മലമുകളിലൂടെ കയറി പോകാൻ വേണ്ടിയിട്ടായിരിക്കും കുതിരപ്പുറത്തൊക്കെ പോകുന്നത്.